പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം തോബിത്ത് 4:7 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്നും ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാപപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്നും മുഖം തിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോയുടെ മുഖം നമ്മിൽ നിന്നും തിരിച്ചു കളയുകയില്ലെന്ന് ഈ തിരുവചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അത് എപ്പോൾ? പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ, സത്യത്തോടെ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. എല്ലാ ചെയ്തികളിലും ദൈവം നമ്മോട് പറയാണ്, നമുക്ക് ഐശ്വര്യം നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് എപ്പോൾ? സത്യസന്ധമായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, വിശ്വാസത്തോടെ നീതിയോടെ ജീവിക്കുമ്പോൾ. വചനം പറയുകയാണ്, നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും സമ്പാദ്യം അത് മറ്റുള്ളവരുടെയും കൂടെ ആണെന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ വേദനിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഞാനും നിങ്ങളും കണ്ണ് അടയ്ക്കാതെ അവരുടെ വേദനയിൽ പങ്കുചേരുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ വേദന അറിഞ്ഞ് അവരെ സഹായിക്കുവാൻ, അവർക്ക് നേരെ നമ്മുടെ കൈ നീട്ടുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പാവപ്പെട്ടവനിൽ നിന്നും ഞാനും നിങ്ങളും മുഖം തിരിക്കാതെ, ആ പാവപ്പെട്ടവൻ്റെ വേദന എൻ്റെയും കൂടെ വേദനയാണെന്ന് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ, അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് മുഖം തിരിക്കുകയില്ലെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിൽ നിന്നും മുഖം മറയ്ക്കാത്തൊരു ദൈവത്തെ, നമ്മളിൽ നിന്നും മുഖം മറയ്ക്കാത്തൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈശോയുടെ കൂടെ ജീവിക്കുവാൻ, ഈശോ പറഞ്ഞതുപോലെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. വിശ്വാസത്തിൽ, സത്യസന്ധതയിൽ, നീതിനിഷ്ഠയോടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അതിനായി പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.